ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണുന്നത് ബ്രിട്ടനിലെ കേംബ്രിഡ്ജിൽ നിന്ന് ഡോവറിലേക്ക് പോവുകയാണ്. ഏകദേശം 50 പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. 2 വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം പാരീസാണ്. അപ്പം ബൈ റോഡ് നമുക്ക് പാരീസിലേക്ക് പോകാൻ കഴിയും. ബ്രിട്ടൻ ഒരു ദ്വീപാണെങ്കിലും നമുക്ക് പാരീസിലേക്ക് പോകാനുണ്ട്. ഫെറിയുണ്ട്. വണ്ടി ഫെറിയിൽ കയറ്റി അപ്പുറത്തിറങ്ങി കലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പാരീസിലേക്ക് പോകാം. അപ്പം ഈ ഡോവർ വളരെ ഫേമസ് ആണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടനും യൂറോപ്പുമായിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കടൽ സ്പേസാണത്. എന്ന് വെച്ചാൽ ഡോവറിൽ നിന്നാണ് ഏറ്റവും അടുത്ത് യൂറോപ്പ് കിടക്കുന്നത്. ഇപ്പോൾ യൂറോപ്പ് ഒന്നും പറയാമല്ലോ, കാരണം വെച്ചാൽ ഇപ്പം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ മാറി, ഇപ്പം ബ്രിട്ടൻ സെപ്പറേറ്റ് മാറി. അപ്പം യൂറോപ്പിലേക്ക് ഇപ്പോൾ കടക്കണമെങ്കിൽ ഡോവറാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പം വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്ലേസാണ് ഡോവർ. നമ്മൾ ഏകദേശം 80 പേരോളം അടങ്ങുന്ന ഗ്രൂപ്പാണ് പോകുന്നത്. കേംബ്രിഡ്ജിൽ നിന്നാണ്. നമ്മുടെ പ്രിയപ്പെട്ട സനലൊക്കെയാണ് അതിൻ്റെ ഓർഗനൈസർ. ഊസ്റ്ററിൽ നിന്ന് ഞങ്ങളൊരു 3 ഫാമിലി പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഫാമിലിയും, അതുപോലെ ജോസ് ചാനും ഫാമിലി, അതുപോലെ സുനിൽ രാജ് ഫാമിലി, 3 ഫാമിലിയാണ് ഇവിടുന്ന് പങ്കെടുക്കുന്നത്. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറേ റോഡ് ട്രിപ്പ് ഉണ്ട്. അത് മുഴുവനും നമുക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറായിരിക്കും. പക്ഷേ എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഡ്രൈവർ ഇപ്പം കേംബ്രിഡ്ജിൽ നിന്ന് ഡോവർ വരെ ഒരു ഡ്രൈവറും, പിന്നെ ഡോവറിൽ നിന്ന് യൂറോപ്പിലേക്ക് വേറൊരു ഡ്രൈവറുമാണ്. ഞങ്ങൾ പോകുന്നൊരു മെർസിഡീസിൻ്റെ ബെൻസിൻ്റെ വലിയ കോച്ചിലാണ് പോകുന്നത്. ഇവിടുന്ന് കോച്ച് ട്രിപ്പുണ്ട്. കോച്ച് ഇവിടുന്ന് യൂറോപ്പിലോട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കുണ്ട്. നമ്മളത് ബുക്ക് ചെയ്യണം. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന കോച്ചും നമ്മുടെ തന്നെ ടീമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ഡോവറിലേക്കുള്ള ട്രിപ്പ് പോകുന്നത്. എല്ലാവരും എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എക്സൈറ്റഡ് ഒന്നുമില്ല. എല്ലാം പലരും പോയിട്ടുള്ള കാരണം ഒറ്റയ്ക്കൊക്കെ പോയിട്ടുള്ളൂ. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത് വളരെ കുറച്ചുകൂടി തന്നെ ഒരു ടൂർ മൂഡിലാണ്. പിന്നെ എക്കണോമിക്കലായിട്ട് കുറച്ച് ലാഭമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഡോവറിൽ എത്തി അവിടെ ഒരു സ്പേസിൽ നമ്മൾ നിർത്തി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുതിയ ഡ്രൈവർ കയറി. അദ്ദേഹം ഒരു ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം ഇങ്ങനെ എപ്പോഴും യൂറോപ്പിലൊന്നും പോകുന്നു, പക്ഷേ പുള്ളി വെള്ളം എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്യുക അതുപോലത്തെ മനുഷ്യൻ. അപ്പം ഫ്രണ്ടിൽ കോച്ചിനെ ഫോളോ ചെയ്യുന്നത്. ഇത് എത്ര കണ്ട് അങ്ങോട്ട് നടക്കുമെന്ന് നമുക്കൊരു ആശങ്കയുണ്ട്. പക്ഷേ അവരുടെ ഡ്രൈവേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്, ബ്ലൂടൂത്ത് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യും. നമുക്കെവിടെയും വഴി മിസ്സായി കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തിട്ട് പോവുക ചെയ്യുന്നത്. മുന്നേയുള്ള ആൾ ഭയങ്കര എക്സ്പെർട്ടാണ്. പുള്ളി എപ്പോഴും കോച്ചുമായിട്ട് പാരീസ് ട്രിപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ഡ്രൈവിംഗ് കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ താമസിക്കുന്ന ബ്രിട്ടനിൽ ഇന്ത്യയിലെ പോലുള്ള ഡ്രൈവിങ്, കാരണം വെച്ചാൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ യൂറോപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ സൗദിയിലോ അമേരിക്കയിലൊക്കെ ഓടിക്കുന്ന പോലെ റോഡിന് റൈറ്റ് സൈഡാണ്. അപ്പം ഡോവറിൽ നിന്ന് കലേസിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റോഡിൻ്റെ സൈഡെല്ലാം ചേഞ്ച് ചെയ്യണം. അത് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നമ്മൾ ഇത്ര കാലം സ്വീകരിച്ചിരുന്നത്. അപ്പം ഇവർക്കതൊരു പ്രശ്നമല്ല. ഇവരത് ഈസിയായിട്ട് മാനേജ് ചെയ്യും. അപ്പം നമ്മുടെ വണ്ടി ഇച്ചിരി സ്പീഡാക്കുവാണ്. കാരണം വെച്ചാൽ നമുക്കിനി ഡോവറിൽ തന്നെ ഡോവറിൽ ഈ ഫെറിയിലേക്കുള്ളത് ഭയങ്കര ക്യൂ ആണ്. ഫെറി എന്ന് പറഞ്ഞാൽ ഇതൊരു ഗേറ്റ് വേ ആണ്, യൂറോപ്പിലേക്കുള്ള ഗേറ്റ് വേ ആണ്. അവിടെ ഇനി ഇമിഗ്രേഷനുണ്ട്. നമ്മൾ സാധാരണ ഫ്ലൈറ്റിലേക്ക് പോരുന്ന പോലെ തന്നെ അവിടെ ഇമിഗ്രേഷന് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ യൂറോപ്പിലേക്കായതുകൊണ്ട് വിസ വേണ്ട. നമുക്ക് എന്താ പറയുക, ഏത് സമയത്ത് പോയി വരാനുള്ള എൻട്രി ഉണ്ടല്ലോ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ സെപ്പറേറ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ ഇനി അത് എത്രമാത്രം എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻ ഉള്ളത് നമുക്കറിയില്ല. പുതിയ നിയമങ്ങൾ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് യൂറോപ്പിലേക്ക് പോകാൻ കിടക്കുന്ന ലോറികളാണ്. എന്ന് വെച്ചാൽ ഒരു പരിധിവരെ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം അങ്ങോട്ടും പോകുന്നുണ്ടാകും. പക്ഷേ അവിടെ നിന്ന് കൂടുതൽ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തിരിച്ച് ആ ലോറി പോകുന്നതാണ് ഏറ്റവും കാണുന്ന ലോറികളെല്ലാം. അവർക്ക് സെപ്പറേറ്റ് ലൈനാണ്. ഈ ലോറികൾക്കൊക്കെ സെപ്പറേറ്റ് ലൈനാണ് കോച്ചിന് വരെ. ഇപ്പം അവിടെ ഡോവറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 10-12 ലൈനുണ്ട്. അപ്പം അതിൽ കാറുണ്ട്, സൈക്ലിസ്റ്റ് പോകാനുള്ള ലൈനുണ്ട്, അതുപോലെ തന്നെ കാരവാൻസ് പോകുന്നുണ്ട്, കോച്ച്, ലോറി, അങ്ങനെ വിധമായ വണ്ടികൾക്ക് പോകാൻ സെപ്പറേറ്റ് ലൈനുകളുള്ളൂ. അന്നേരം അതുവഴിയാണ് കയറിയാണ് നമ്മൾ ഫെറിയിൽ കയറുന്നത്. ഫെറി എന്ന് പറയുമ്പോൾ നല്ലൊരു വലിപ്പമുള്ളൊരു ഷിപ്പാണ്.
ഏകദേശം ഇതുപോലത്തെ ഒരു 250 കോച്ചും 250 വലിയ ലോറികളും ഒരു 800 കാറും അങ്ങനെ. പിന്നെ ഇതിലെ ആൾക്കാർക്കെല്ലാം വണ്ടികളെല്ലാം കയറി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ആൾക്കാരെല്ലാം അതിന് മുകളിലുള്ള ഷിപ്പിലെ സ്പേസിൽ ഇരിക്കുക. അവിടെ വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയം എടുക്കും നമ്മൾ കലൈസിലെത്താനായിട്ട്. അത്ര നേരം കടലിൽ നമുക്ക് ഷിപ്പിൽ യാത്രയാണ്. നമ്മൾ വണ്ടി അടക്കമല്ല നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കലൈസിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വന്ന് എല്ലാവരും താഴെ ഡെക്കിൽ വന്ന് വണ്ടിയിൽ കയറി വണ്ടി ഇറങ്ങി പോവുക. അപ്പം ഈ ദൃശ്യം ഞങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മൾ ഡോവറെത്തി. ഡോവറിലേക്കുള്ളൊരു മെയിൻ റൗണ്ട് ബോട്ടാണ്. റൗണ്ട് ബോട്ടിൽ നിന്നാണ് നമ്മൾ ഡോവറിലേക്ക് എത്തുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡോവറിൻ്റെ ക്ലിഫാണ്. ഈ ക്ലിഫിൽ പ്രത്യേകത ഇതിൻ്റെ പാറ ഒരു വെള്ളാരങ്കല്ലിൻ്റെ പാറയാണ്, വെളുത്ത കല്ലാണ്. ഒറ്റ റോക്കായിട്ടല്ല, അത് പൊടിഞ്ഞ് പോരുന്ന സൈസ് ക്രിസ്റ്റൽ പോലത്തെ കല്ല. അപ്പം പണ്ട് തൊട്ടേ ഇവിടെ ഇടിച്ച് താത്തിയതല്ല, പണ്ട് തൊട്ടേ റോക്ക് അങ്ങനെയുള്ളത്. അതിൻ്റെ മുകളിലാണ് ഡോവർ കാസ്റ്റിൽ എന്ന് പറയുന്നത്. ഡോവർ കാസ്റ്റിൽ എന്ന് പറയുന്നത് ഏകദേശം 11ാം നൂറ്റാണ്ട് അവസാനം 12ാം നൂറ്റാണ്ടോടുകൂടി ബിൽഡ് ചെയ്താണ്. ഏകദേശം ഇപ്പോൾ എത്ര വർഷമായി? 800 വർഷം മേലെ പഴക്കമുള്ള, 900 വർഷത്തോളം പഴക്കമുള്ള ഒരു കാസ്റ്റിലാണ്. ഈ കാസ്റ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കാസ്റ്റിൽ പറഞ്ഞാൽ ഇത് ഡോവറാണ് ബ്രിട്ടനിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള യൂറോപ്പിൻ്റെ തീരത്തും ബ്രിട്ടൻ്റെ തീരമായിട്ട് കണക്കൂട്ടുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് വളരെ ഡിഫൻസിന് പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഒരുപാട് യുദ്ധാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ആ കാസ്റ്റിൽ അവിടെ ഉണ്ടാക്കിയത്. അപ്പം ആ കാസ്റ്റിൽ ഭയങ്കര നമുക്കൊരു 6 മണിക്കൂർ കാണാനുള്ള സംഭവമുണ്ട്. മിനിമം ഒരു 4 മണിക്കൂർ അതിൻ്റെ അത് ചിലവാക്കിയാൽ നമുക്ക് ആ കാസ്റ്റിൽ മുഴുവൻ കണ്ടു തീരാൻ പറ്റും. അത്രമാത്രം വലിയ കാസ്റ്റിലാണ്. ഒരു ഫാമിലിക്ക് ഏകദേശം 50 പൗണ്ടൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആ ഡോവറിൻ്റെ സ്ട്രീറ്റ് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോവറിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലുണ്ട്. ഇവിടെ ഈ ഹോട്ടൽസൊക്കെയാണ്, ലെഫ്റ്റ് സൈഡിൽ ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെയാണ്. ഡോവർ ഭയങ്കര ബിസി ആയിട്ടാണ്. കാരണം ഈ ഫെറി ഉള്ളതുകൊണ്ട് ഫെറിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ വരുന്ന ഈ സിറ്റി വഴിയാണ് വരുന്നത്. അതുകൊണ്ട് ഇച്ചിരി ബിസിയാണ് ഇവിടെ. എന്നാൽ ബ്രിട്ടൻ്റെ ട്രാഫിക് സിസ്റ്റം വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് അവിടെ ട്രാഫിക് ഡാമേജ് ഒന്നും ഉണ്ടാകാതെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ വണ്ടിയുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവരതിനുള്ള ഫെസിലിറ്റി പാരലൽ റോഡുകളൊക്കെ നിർമ്മിക്കും. ഇപ്പോൾ അറ്റ് മൊമെൻറ്റ് വലിയ ട്രാഫിക് ഡാമേജ് ഇല്ലാതെ ഡോവർ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുള്ളൂ. നമ്മൾ നോക്കിയാൽ ഒരു ദിവസം 10,000 കണക്കിന് വാഹനമാണ് ബ്രിട്ടനിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ബ്രിട്ടനിലേക്കും വരുന്നത്. ഡോവറിലേക്ക് പോകുന്ന പോലെ ഡോവറിലേക്ക് തിരിച്ചും വരും. അപ്പം അവിടെ ഫെറിയാണ് അങ്ങോട്ടേക്ക് 2 രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വാഹനങ്ങളുണ്ടാകുന്നത്. ഇതൊക്കെ അവിടെ ആൾക്കാർ താമസിക്കുന്ന പഴയ മോഡൽ ഫ്ലാറ്റുകളാണത്. ആ ഫ്ലാറ്റുകൾക്കൊക്കെ ഏറ്റവും കുറഞ്ഞതൊരു 100 വർഷം 120 വർഷമെങ്കിലും പഴക്കമുണ്ട്. അടുത്തടുത്താണ്, പഴയ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കെട്ടിടങ്ങളാണ്. എത്ര വർഷമായാലും അങ്ങനെ തന്നെ ഇരിക്കും. ആ ഫ്ലാറ്റ് നമുക്ക് കാണുമ്പോൾ അറിയാം, അതിന് പുറകിലുള്ള ക്ലിഫ് പണ്ടോട്ടേ അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇടിച്ച് നിരത്തിയിട്ട് അങ്ങനെ മണ്ണെടുത്തൊന്നുമല്ല. അതാണ് ഡോവറിൻ്റെ ഒരു ഭംഗിയാണ്. അത് എല്ലാം വെള്ള കളറിലേക്ക് അടുത്ത് പോയി നോക്കിയാൽ നോക്കാം. അപ്പോൾ ആ ക്ലിഫിൻ്റെ ക്ലിഫ് മുഴുവനും ഒരു നെറ്റിട്ട് അങ്ങ് ടോപ്പ് വരെ ഇടിയാൻ സാധ്യതയുള്ളവരൊക്കെ നെറ്റിട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ അവർ കോൺക്രീറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് മുകളിൽ. നമുക്ക് കാണാം കളർ ഡിഫറൻസ് ഉള്ളത് കോൺക്രീറ്റാണ്. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളാണല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അതൊന്നും ഒരിക്കലും മണ്ണിടിയത്തൊന്നുമില്ല. ഞങ്ങളിപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇനി ഒരുപാട് സമയം, ഒരു 10-15 മിനിറ്റ് സമയം ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഡിലേ ഉണ്ടാകുമായിരിക്കും. കാരണം വെച്ചാൽ നമുക്കിവിടെ ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കയറേണ്ട ട്രാക്ക് അവർ തരത്തുള്ളൂ. ഓരോ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് വഴിയോടെയാണ് നമ്മൾ ഫെറിയിലേക്ക് കിടക്കുന്നത്. ഒക്കെ നമ്മൾ വെളുപ്പിന് 4 മണിക്ക് അവിടെ എത്തി. ഊസ്റ്റിൽ നമ്മൾ രാത്രി തന്നെ പുറപ്പെട്ടു. ഏകദേശം ഒരു 12 മണിയാൾക്ക് പുറപ്പെട്ട് ഒരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് കേംബ്രിഡ്ജ് എത്തിയത്. കേംബ്രിഡ്ജ് എത്തി അവിടെ ചെന്ന് അവിടെ നിന്ന് ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. ഒരുപാട് വലിയ വാനുകളൊക്കെ കാണുന്നത്. ഈ കാണുന്ന വാനൊക്കെ ഇതെല്ലാം മുഴുവൻ ടൂറിസ്റ്റുകളാണ്. എല്ലാവരും യൂറോപ്പിലേക്ക് പോകുന്നത്. യൂറോപ്പിൽ പോയാൽ
യൂറോപ്പിൽ എന്തൊക്കെ കാണാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ പോകാനായിട്ട്. യൂറോപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യൂറോപ്പിൽ പ്രധാനപ്പെട്ട ഒരു 20-ൽ കൂടുതൽ രാജ്യങ്ങളുണ്ട്. അതിൽ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, അയർലൻഡ്, ലാത്വിയ, ലിത്വാനിയ, നോർവേ, അതേപോലെ തന്നെ ഫിൻലാൻഡ്, സ്വീഡൻ, ബെലാറസ്, പോളണ്ട്, ബൾഗേറിയ, ഹംഗറി, ഇങ്ങനെ ഫ്രാൻസ്, അതുപോലെ ജർമ്മനി. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ പോലും സ്വിറ്റ്സർലൻഡൊക്കെ നമുക്ക് യൂറോപ്പിൻ്റെ ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്വിറ്റ്സർലൻഡിലൊക്കെ പോകണമെങ്കിൽ യൂറോപ്പ് വഴിയാണ് നമുക്ക് പോകാം. എല്ലായിടത്തേക്കും നമുക്ക് കോച്ച് കടന്നു പോകും. ഈ ബ്രിട്ടൻ ശരിക്കും മാറി നിൽക്കുന്ന, ഇന്ത്യ, ശ്രീലങ്ക പോലെ മാറി നിൽക്കുന്ന ഐലൻഡാണെങ്കിലും ബ്രിട്ടനിൽ നിന്ന് യൂറോപ്പിലേക്ക് കടലിനടി വഴി ടണലുണ്ട്, യൂറോ ടണൽ എന്ന് പറയും. അതുവഴി ട്രെയിന് പോകും. ട്രെയിനിൻ്റെ അകത്ത് നമുക്ക് കോച്ച് കയറ്റിക്കൊണ്ട് ടണൽ വഴി അപ്പുറത്ത് കിടക്കാം. പിന്നുള്ളത് കടലിന് വെള്ളത്തിന് മൂടിക്കുള്ള ഫെറിയാണ്. ഈ സൗകര്യങ്ങളൊക്കെ വളരെ ഫാൻറ്റാസ്റ്റിക്കാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഡിസൈൻ ചെയ്തതാണ്. നമുക്ക് വളരെ അത്ഭുതം. കാരണം ഇപ്പോൾ നമ്മൾ ഫെറിയിലേക്ക് പോകുന്ന ലൈനിലാണ് ഇപ്പം കിടക്കുന്നത്. പല ലൈൻ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ മുഴുവൻ ഇംഗ്ലണ്ടിൽ വരികയും ഇംഗ്ലണ്ടിൽ ആൾക്കാർ മുഴുവൻ അവിടെ പോവുകയും, ഒരുപാട് പേർക്ക് യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി താമസിക്കാൻ, അവിടെ ഇവിടെ ജീവിക്കാനൊന്നും ജോലി ചെയ്യുന്നതിനൊന്നും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ മാറുന്ന സാഹചര്യങ്ങളാണ് ഇതിനൊക്കെ റെസ്ട്രിക്ഷൻ വരുന്നത്. അവിടെ നിന്ന് വേറൊരു രാജ്യം പോലെ ആവും. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നെയ്ബേഴ്സ് പോലുള്ള രാജ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ അത് മാറും. കാരണം വെച്ചാൽ അതിനെ മാറുന്ന ബ്രിട്ടൻ മാറാൻ തീരുമാനിച്ചുണ്ടായ സാഹചര്യങ്ങൾ ചില ഒരുപാട് ഇവിടെ അസൈലം ആയിട്ട് ആൾക്കാർ ഇവിടെ ഇമിഗ്രേറ്റ് ചെയ്യുകയും, അപ്പം യൂറോപ്യൻ യൂണിയനിലെ സെയിം നിയമമായതുകൊണ്ട് യൂറോപ്പിൽ എവിടെ ആൾക്കാർക്ക് അസൈലമായിട്ട് കയറാം, അവരെല്ലാവരും ബ്രിട്ടനിലേക്കും വരാൻ നിയമം അനുവദിക്കുന്നുണ്ട്. എല്ലാവരും ലക്ഷ്യം ബ്രിട്ടനാണ്. ബ്രിട്ടൻ കുറച്ച് സമ്പന്ന രാജ്യമാണ്. അപ്പോൾ ബ്രിട്ടനിൽ വരികയും ഇവിടെ വന്നിട്ട് നന്നായി ജീവിക്കുന്നതിന് പകരം ജീവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നന്നായി ജീവിക്കുന്നുണ്ട്. ഈ അസൈലത്തിൽ വരുന്ന ആൾക്കാർ അവർ പിന്നെ ഇവിടെ തീവ്രവാദ പ്രവർത്തനം ചെയ്യുമ്പോൾ ഇവിടുത്തെ ട്യൂബ് ട്രെയിനിൻ്റെ അകത്ത് ബോംബ് പൊട്ടിക്കുകയും അങ്ങനെ പല തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഈ അസൈലക്കാരെ എടുത്തിട്ടാണ്. കാരണം വെച്ചാൽ അവർ നേഷന് ഒരു സേഫ്റ്റി അല്ല. അവർ കുറച്ച് കഴിയുമ്പം ആദ്യം അവർ ജീവിക്കാൻ പറ്റുന്ന കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറുന്നത്. കാരണം യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ഒരു സിറിയ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കുടിയേറി അവിടെയൊക്കെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്ന് ഈ രാജ്യത്ത് വന്ന് ഇടിച്ച് കയറുകയാണ്. വന്ന് കയറി കഴിയുമ്പം ഈ യൂറോപ്പിൻ്റെയും ബ്രിട്ടൻ്റെയൊക്കെ ഒരു കൾച്ചർ അനുസരിച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു രാജ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം അവരിവിടെ നിന്ന് താമസിച്ച് അവർക്കെല്ലാം കുറേ കഴിയുമ്പോൾ അവർക്കൊരു സിറ്റിസണായി അസൈലം എന്നുള്ള അഭയാർത്ഥികളെന്നുള്ള ലേബൽ അവർക്ക് ഇവിടെ സിറ്റിസണും കാര്യങ്ങളും ജോലി വീട് ഒക്കെ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും അവരെന്താ വെച്ചാൽ അവർ മുന്നേ ഉള്ള രാജ്യങ്ങളിൽ എങ്ങനെയായിരുന്നോ അതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നടത്തിയും അതിൽ ഈ അസൈലത്തിൽ വരുന്ന ആൾക്കാരെ കൂടെ തീവ്രവാദികളുണ്ടാകും. കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരോട് വന്ന് പിന്നെ അവരെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭീഷണിയാകുകയും ചെയ്യും. രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരെ എപ്പോഴും എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം മുന്നോട്ട് വരുന്നതുകൊണ്ടാണ് ഈ അസൈലത്തിന് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനങ്ങളിലേക്ക് അങ്ങനെ ബ്രിട്ടൻ യൂറോപ്യൻ ഒരു കോമൺ ആയിട്ട് അവർക്ക് ഈ അസൈലത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്. ബ്രിട്ടൻ അതിൽ നിന്ന് മാറി. ബ്രിട്ടനിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അത് നോക്കുക, നിങ്ങൾ ഇതിലെ ക്ലിഫ് കാണാൻ നല്ല ഭംഗിയായിട്ട് കാണാം. ഞാൻ ക്ലിഫ് ഫോക്കസ് ചെയ്യാൻ നോക്കാം. കുറച്ച് ഡിഫിക്കൽട്ടാണ് വണ്ടിക്കകത്ത് ചെയ്യുമ്പോൾ. എന്നിരുന്നാൽ കൂടി അത് അതിന് മുകളിൽ ആൾക്കാർ നിൽപ്പുള്ളത് അത് കാണാൻ പറ്റുമെന്ന് നോക്കുന്നത്. നമുക്കൊണ്ട് കുറേ സമയം ഡിലേ ഉണ്ടാകും ഈ ഭാഗത്ത്. എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രണ്ടിലുള്ള വണ്ടികളും കയറി ഫെറി എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ പാർക്കിംഗ് ബേ ഉണ്ട്. ഫെറി ഒരു 10-12 ഷിപ്പ് അടുപ്പിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഓരോ ഏത് ഷിപ്പിലാണ് നമ്മൾ പോകുന്നത് അത് അങ്ങോട്ടുള്ള ട്രാക്ക് നമുക്കവർ ഓർഗനൈസ് ചെയ്ത് തരും. അതനുസരിച്ച് ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് മൊത്തം പോകുന്നത്. എന്നാൽ എന്താ പറയുക, എന്നാൽ പെർഫെക്റ്റ് ആയിട്ടാണ് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ.
അടുത്ത രാജ്യത്തേക്ക് പോവാണ്. അത്യാവശ്യം ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. വിസയ്ക്ക് മാത്രം വലിയ പ്രോസസ് എന്നുള്ളത്, പക്ഷേ ബാക്കി എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർ അവരുടെ രാജ്യത്തിലെ യൂറോപ്പിലെ ഇമിഗ്രേഷൻ ടീമാണ് ഇവിടെ നിന്ന് ചെയ്യുന്നതെങ്കിൽ, കലേസി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബ്രിട്ടൻ്റെ ഇമിഗ്രേഷൻ ടീം അവിടെ നിന്ന് നമ്മളെ ചെക്ക് ചെയ്യുന്നത്. ഇപ്പം യൂറോപ്യൻ ഇമിഗ്രേഷൻ ടീം നന്നായി അവർ സമയമെടുത്ത് എല്ലാം വണ്ടിയെല്ലാം ചെക്ക് ചെയ്ത് വണ്ടിക്കകത്ത് വെപ്പണോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അത് നോക്കുന്നുണ്ട്. ഏതൊരു ഇമിഗ്രേഷൻ ചെക്കിംഗ് കൗണ്ടറിലുള്ള പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. നമുക്കിതൊക്കെ ഒരു കൗതുകം, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കൗതുകമാണെന്ന് വിചാരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു ഇപ്പോൾ ശ്രീലങ്കയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഫെറി സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. ആൻഡമാനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വലിയൊരു സംവിധാനമല്ല, ചെറിയ ഫെറികളുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫെറിയാണ്. ഭയങ്കര വലിയ ഷിപ്പുകളുള്ള ലാർജായിട്ടുള്ള റിക്വയർമെൻറ്റാണ് വേണ്ടത്. കാരണം ഒരു ദിവസം 10,000-10,000 വണ്ടികൾ അങ്ങോട്ട് പാസ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയുള്ള വേറൊരു രാജ്യത്തേക്കും കൂടി ആകുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ റൂൾസും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ആ കാണുന്ന ക്ലിഫിന് മുകളിൽ ആണ് ഡോവർ കാസ്റ്റിലുള്ളത്. ഡോവർ കാസ്റ്റിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതൊരു പഴയ കോട്ടയാണ്. അവിടെ നിന്നാണ് ഇവിടെ ഈ രാജ്യത്തേക്ക് അന്നത്തെ കാലത്തെ നാട്ടുരാജാക്കന്മാർ ഒരുപാടുണ്ടായിരുന്നു. അവർ ഒരു രാജ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഡിഫൻസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. യൂറോപ്പ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ രാജഭരണം ആദ്യം ഉണ്ടായിരുന്നത്. അത് പിന്നെ ബ്രിട്ടനിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബ്രിട്ടനിലെ രാജ കുടുംബത്തിൻ്റെയൊക്കെ പരമ്പരാഗത ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം യൂറോപ്പിൽ നിന്ന് വന്നവരാണ്. രാജാക്കന്മാർ അവിടെ നിന്ന് വന്ന് ഈ രാജ്യത്തെ പിടിച്ചടക്കി ഇവിടെ രാജഭരണമൊക്കെ. അതുകൊണ്ട് ബ്രിട്ടനിലെ രാജ്ഞിയുടെയൊക്കെ പൂർവികരെല്ലാം യൂറോപ്പിലെ രാജാക്കന്മാരായിരുന്നു. അതാണ് ഈ ഇവിടെ ഊസ്റ്ററിലുണ്ടായിരുന്ന കിങ് ജോൺ ഒരു ഇംഗ്ലണ്ടിലെ ഒരു രാജാവായിരുന്നു. പുള്ളി മരിച്ചത് ഊസ്റ്ററിനെ സമീപപ്രദേശത്ത് വെച്ചാണ്. ഇതൊരു യുദ്ധസമയത്താണ് പുള്ളിക്ക് അസുഖം വന്ന് മരിക്കുന്നത്. പുള്ളി ഈ രാജാവിനെ അടക്കിയിരിക്കുന്ന ഊസ്റ്ററിലെ കത്തീഡ്രലിൻ്റെ നടുക്കാണ്, അകത്താണ്. നമ്മുടെ ഫേമസ് ഊസ്റ്ററും ഒരു ഹിസ്റ്ററി ഉള്ള രാജാവാണ്. ഊസ്റ്ററിലെ കത്തീഡ്രൽ ഏതാണ്ടൊരു 1300 വർഷത്തോളം പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ആ കാലഘട്ടം അപ്പം അവിടെ ആ രാജ അത് ഈ കിങ് ജോൺ ഇവിടെ ഭരിച്ചാണ്. കിങ് ജോണിനെ ഇവിടുന്ന് എന്താ പറയുന്നത് മറ്റേ യൂറോപ്പിലേക്ക് ഓടിപ്പോയതാണ്. കാരണം വെച്ചാൽ ജനാധിപത്യ പ്രശ്നം വന്ന സമയത്ത് രാജാവ് ഇവിടുന്ന് ഓടിപ്പോയതാണ്. രാജാവ് ഓടിപ്പോയത് രാജാവിൻ്റെ മുത്തശ്ശി ഈ ഫ്രാൻസിലെ രാജ്ഞിയായിരുന്നു. അപ്പം ഇവരെല്ലാം കുടുംബക്കാരാണ്. അങ്ങനെ ഒരു ബന്ധം ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട്. നൂറ്റാണ്ടുകൾ എത്രയാവും, 800 നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ, 800 വർഷങ്ങൾ കഴിഞ്ഞില്ലേ. ആ വർഷങ്ങൾ കൊണ്ട് രാജ്യമൊക്കെ മാറി സെപ്പറേറ്റായി, കിങ്ഡം ഒക്കെ സെപ്പറേറ്റായി മാറി. എങ്കിലും ഇവർ റിലേറ്റീവ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ബ്രിട്ടനൊരു സാമ്രാജ്യത്വ ശക്തിയായപ്പം ഫ്രാൻസ് അത്ര വന്നില്ല. ഫ്രാൻസും ലോകരാജ്യങ്ങളിലൊക്കെ പോയിരുന്നു. ഇപ്പം നമുക്ക് പറഞ്ഞാൽ നമ്മുടെ മാഹിയിലും പോണ്ടിച്ചേരിയൊക്കെ ഫ്രഞ്ചിൻ്റെ കൺട്രോളിലായിരുന്നല്ലോ ആ സമയത്ത്. എന്നാൽ ഇന്ത്യ ഓൾ ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ കൺട്രോളായിരുന്ന സമയത്ത് അതിനകത്ത് ചെറിയ ഏരിയകളെല്ലാം ഫ്രാൻസിനുണ്ടായിരുന്നു. ഫ്രാൻസിന് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്രാൻസുണ്ട്. അതുപോലെ പോർച്ചുഗലുണ്ട്. പോർച്ചുഗലൊക്കെ ആണെങ്കിലും യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിൽ അവരും പോയിരുന്നു. പോർച്ചുഗീസുകാരും പോയിരുന്നു. അവരും എല്ലാവരും ലക്ഷ്യം വ്യാപാര ആവശ്യങ്ങളാണ്. യൂറോപ്പിലില്ലാത്ത സാധനങ്ങളായ കൃഷി ഉൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനും ഇവരുടെ കയ്യിലുള്ള സാധനം അങ്ങോട്ട് കൊടുക്കാനൊക്കെയാണ് ഇവർ മെയിനായിട്ടും ഇവരെല്ലാവരും ഒരു കൺസ്യൂമർ കൺട്രിയാണ്. ഇവർക്കെല്ലാം സാധനങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇവർ വ്യാപാരത്തിന് ഏറ്റവും. ഇന്ത്യ വളരെ സമ്പന്നമായിരുന്നു ആ കാലഘട്ടത്തിൽ. സമ്പന്നമായിരുന്നു. എല്ലാവിധ ഭക്ഷ്യവസ്തുക്കളും പ്രത്യേകിച്ച് സ്പൈസൊക്കെ വളരെയധികം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രാജ്യം ഇന്ത്യയിലില്ലായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ബ്രിട്ടൻ അവിടെ പ്ലാൻ ചെയ്യുകയോ ചെയ്തു. കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബ്രിട്ടൻ പ്ലാൻ ചെയ്യുകയോ ചെയ്ത്. പക്ഷെ അതിനെല്ലാം പറ്റിയ മണ്ണായിരുന്നു ബ്രിട്ടൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതെല്ലാം അവർ ചെയ്യും. തേക്കും തടിയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവിടെ മുറിച്ചിങ്ങ് കൊണ്ടുവരികയാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക പഴയ കെട്ടിടങ്ങളിലും തടിയെല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇന്ത്യ അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളുണ്ട്. സ്പെയിൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പൈൻ മരങ്ങൾ ഇഷ്ടംപോലെ അവിടെ. നമ്മൾ ഫെറിയിലേക്ക് കയറുന്ന ഓവർബ്രിഡ്ജിലെത്തി കേട്ടോ. ഇനി ഓവർബ്രിഡ്ജിൽ നിന്നാണ് നമ്മൾ ഫെറിയിലേക്ക് കയറുന്നത്. ഫെറി നല്ല എന്താ നമ്മളടുത്ത് അകലെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഷിപ്പ് പോലെ തോന്നും. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഇതിൻ്റെ വലിപ്പം.
സാമാന്യ സൈസാണ്. നമ്മുടെ കോച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ സോപ്പൂട്ടി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. വലിയ ലോറികളൊക്കെ, വലിയ ട്രക്കൊക്കെ എത്രയോ ടണ്ണ് കണക്കിന് വെയിറ്റുള്ള സാധനം കൂടെ ട്രക്കെല്ലാം കയറി ഫെറിയിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ്. നമ്മൾ ഗൈഡ് ചെയ്യണം കറക്റ്റായിട്ട് പറഞ്ഞാൽ. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന പോലെ തന്നെയാണ്. ഇവിടെ ഡബിൾ ലൈനാണ്. പക്ഷേ ഓരോ വണ്ടിയും അവിടെ തരുന്ന സിഗ്നൽ അനുസരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പാർക്ക് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്നൊരു ചെറിയ ഈ ഓവർ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ഒരു ചെറിയ പാലമാണ് കടന്ന് നമ്മൾ ഈ കയറുന്ന പാലമാണ് കണക്ട് ചെയ്യാറുണ്ട്. ഇത് ഈ ഒരു സ്പേസാണ് കണക്ട് ചെയ്യുന്നത്. അതങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ ഫെറിയുടെ ഇതിലേക്ക്. ഇതിപ്പോൾ നമ്മൾ ഫെറിക്കാത്തത് ഇതൊരു ഏതോ ഒരു കോൺക്രീറ്റ് ചെയ്ത പാർക്കിംഗ് ബേയിലോട്ട് കയറുന്ന പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. ഈ കാണുന്ന അത്ര സ്പേസ് എൻ്റെ റൈറ്റ് സൈഡിലുണ്ട്. ഒരു 5-6 വണ്ടി നിരന്ന് കിടക്കാനുള്ള ട്രാക്കാണ്. ഇപ്പോൾ തന്നെ അതൊരു കാൽഭാഗമായിട്ടുള്ളൂ ഫെറിയുടെ ഭാഗത്തുണ്ട്. ഇനി ഇതെല്ലാം വന്ന് പാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനിൽ നല്ല പ്രത്യേകം ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അത് പാർക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി സൈഡിൽ സ്റ്റെയർ ഉണ്ട്, അതുവഴി മുകളിലോട്ട്. ഇതൊരു 3-4 നിലയായിട്ടാണ്. ഇപ്പം കാണുന്നതിൻ്റെയും താഴത്തെ നിലയിൽ ഫെറി പൊക്കി വയ്ക്കും. കാരണം ഒരു നില ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിലയിലേക്ക് ഒരു 3-4 നിലയ്ക്കകത്താണ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. കാറുകളുണ്ട്, വലിയ ലോറികളുണ്ട്, അതുപോലെ തന്നെ സൈക്കിൾ വരെയുണ്ട്. ആൾക്കാരെല്ലാം മുകളിൽ വന്നു. നമ്മളേറ്റവും ടോപ്പിൽ പോയി ഫെറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം സീനൊക്കെ കാണാൻ വേണ്ടി. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മുകളിൽ കയറാം. പക്ഷേ പിന്നെ ഫെറി റൺ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കാറ്റും തണുപ്പായിരിക്കും മുകളിൽ. പൊതുവെ തണുപ്പുള്ള സ്ഥലമാണല്ലോ, അതുകൊണ്ട് ഇതിൽ നല്ല സമ്മർ ടൈമാണ്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. കണ്ടോ അപ്പുറത്തെ ഫെറിയിലെ സേഫ്റ്റി ബോട്ടുകളൊക്കെ ഉണ്ടോ. ശരിക്കും പറഞ്ഞാൽ വലിയ ഷിപ്പാണ്. ആവശ്യം സേഫ്റ്റി ഫെസിലിറ്റി ഉണ്ട്. കടലിൽ കടന്നു പോകുന്നവരെ ആൾക്കാരെല്ലാം അവിടെ മുകളിൽ കയറി അതാനൊക്കെ പറഞ്ഞ് നിൽക്കുക. ഒരു 1/2-3 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും താഴേക്ക് വന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി അവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. എൻ്റെ സൈഡിൽ ഇത് കടൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇരിക്കാം. ഏഷ്യൻസൊക്കെ ഇഷ്ടം പോലെ യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ലോകരാജ്യങ്ങളിലെ എല്ലാ ആൾക്കാരും യൂറോപ്പിൽ വരുന്നുണ്ട്, കാണാനുണ്ട്. ഇവിടെ ഒരുപാട് കാണാനുണ്ടല്ലോ, ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് കാണാൻ ഒരുപാട്. അതുപോലെ ലൈഫ് സ്റ്റൈലും ഏഷ്യൻസിനുള്ളൊക്കെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്. എങ്ങനെ വന്നാലും ഇവരുടെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. ഇവരെ അത് വളരെ നീറ്റാണ്. എന്ത് കാര്യങ്ങളും ചെയ്യുന്നതും പെർഫെക്റ്റായിട്ടാണ് ചെയ്യുക. അതിൻ്റെ ഒരു വ്യത്യാസമാണ്. പിന്നെ നമ്മൾ അപ്പുറത്തെ നമ്മുടെ ഫെറിയുടെ മുകളിൽ കയറി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അടുത്ത പാർക്ക് ചെയ്യുന്ന ഫെറി ഉണ്ടോ, അതിൻ്റെ മുകളിൽ മുനമ്പിൽ അതിന് തുമ്പത്ത് ഒരു 3-4 ട്രക്ക് സോപ്പൂട്ടി പോലെ പാർക്ക് ചെയ്യുന്നതാണ്. അത് ഇറങ്ങിപ്പോകുന്നത് ഈ ഫെറി വട്ടത്തിൽ ഒരു പ്രത്യേക ഏരിയ കടലിൽ ഇവർ മതിൽ കെട്ടിയേക്കണം. മതിലെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ആയിട്ട് അടിയിൽ കെട്ടിയിട്ട് വെച്ചാൽ ഈ കടലിൽ വലിയ തിരയൊന്നും വന്ന് ഫെറിയിൽ അകത്ത് പ്രശ്നം ഉണ്ടാകാതിരിക്കാനുണ്ട്. അത് അടയ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകും. ഗ്യാപ്പ് വഴിയാണ് വെളിയിലേക്ക് പോകും, വെളിയിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നത്. നമ്മളിപ്പം ഫെറി സ്റ്റാർട്ട് ചെയ്തു, മൂവ് ചെയ്തു, ആൾക്കാരെല്ലാം വാച്ച് ചെയ്ത് നിൽക്കണം. പെട്ടെന്ന് നമ്മൾ അവിടെ ഇത് സ്പീഡിൽ നമുക്ക് തോന്നുന്നില്ല, ഫീൽ ചെയ്യത്തില്ല. അപ്പുറത്തെ ഫെറിയുടെ ഫ്രണ്ടിൽ ഒരു 3-4 വലിയ ട്രക്ക് കിടക്കുന്നുണ്ട്. ഇതുപോലെ ഈ വണ്ടിയിലും ഈ ഫെറിയുടെ ഫ്രണ്ടിലുണ്ട് അതുപോലെ ട്രക്ക്. നമ്മളവിടെ നിന്ന് പാസ് ചെയ്ത് ഈ ഗ്യാപ്പ് വഴി ക്രോസ് ചെയ്ത് കടലിലേക്ക് എത്തും. കടലിൻ്റെ തീരത്ത് തന്നെയാണ്, പക്ഷേ ഫെറിയുടെ ഏരിയയിൽ നിന്ന് നമ്മൾ വെളിയിൽ പോകേണ്ടതുണ്ട്. നമുക്കിപ്പം 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ വേദന കാണാൻ പറ്റാത്ത അകലത്തിലേക്ക് എത്തുമ്പോഴോ പോരുന്ന ചാനൽ അവിടെ ഫെറിയുടെ ആ ഏരിയ പാസ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ ഒരു 3 ഫെറി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആളെ കയറ്റാൻ വേണ്ടി. ഇപ്പോൾ 3-4 അവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് 3-4 കടലിലായിരിക്കും, 3-4 അപ്പുറത്തായിരിക്കും. അങ്ങനെ ഒരു 10-20 ഫെറി ഇങ്ങനെ ഉണ്ടാവും. ഇത് ഇപ്പം പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ഫെറിയുടെ കമ്പനികളെല്ലാം ബ്രിട്ടൻ്റെ കമ്പനിയാണ് മോസ്റ്റ്ലി. ഇതിൻ്റെ ഓണർഷിപ്പൊക്കെ കുറച്ച് ഫ്രാൻസിനുണ്ട്, മജോറിറ്റി ബ്രിട്ടൻ്റെയാണ്. ഈ ഭയങ്കര പൈസയാണ്. കാരണം
പാസഞ്ചർ കടന്നു പോകുന്നതിന് ഇവർ ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ കോറിഡോർ എന്താ ഫ്രീ കടന്നു പോകേണ്ട കോറിഡോർ കടന്നു പാസ് ചെയ്ത് നമ്മൾ കടലിലെത്തി ഉണ്ടോ. ആ ഗ്യാപ്പ് വഴി നമ്മൾ കടന്നു പോകുക. ഇപ്പോൾ നമ്മൾ കിലോമീറ്റർ വ്യത്യാസത്തിൽ ഡോവറിൽ നിന്ന് കലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻഡിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡാണ്. കാരണം സേഫ്റ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ കുറച്ച് എൻഡിലൊക്കെ പോയി നിൽക്കാൻ അവിടെ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഈ ബേഡ്സൊക്കെ ചിലപ്പോൾ ഈ ഫെറിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ചിലപ്പോൾ യൂറോപ്പ് വരെ വന്നു കളയും. കാരണം ഫെറിയിൽ ഇവർക്ക് ലാൻഡൊക്കെ ചെയ്യാമല്ലോ, ഫെറിയുടെ മുകളിലൊക്കെ ഒരു കയറിയിരിക്കും. നമ്മൾ പാസ് ചെയ്തു അവിടെ ആ ഫെറിയുടെ കോറിഡോറെല്ലാം പാസ് ചെയ്ത് നമ്മൾ കടലിലെത്തി. ഇപ്പോൾ നമ്മൾ കിലോമീറ്റർ കണക്കിന് അകലമുണ്ട് കാണുന്നത്. ഇനി കുറച്ചൊരു 10 മിനിറ്റ് 5-10 മിനിറ്റ് പിന്നെ നമുക്ക് കടൽ കാണാൻ പറ്റത്തില്ല, കര കാണാൻ പറ്റത്തില്ല. ആ കാണുന്നതാണ് ഡോവറിൻ്റെ വെളുത്ത നല്ല ഭംഗിയുള്ള ഭംഗിയെന്ന് വെച്ചാൽ ഡിഫറെൻ്റാണ് ഈ ക്ലിഫ്. മറ്റ് സാധാരണ ക്ലിഫുകൾക്കൊക്കെ മണ്ണിൻ്റെ കളറല്ലേ, കല്ലിന് വേറെ കളറാണല്ലോ. ഇവിടെ മാത്രം കല്ലിന് വെള്ള കളറാണ്. ത്രൂ ഔട്ട് അവിടെയുള്ള കല്ലിന് വെള്ളാരം കല്ലാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഒരു സ്ട്രോങ് കരിങ്കല്ല് തന്നെ, പക്ഷെ അതൊരു വെളുത്ത കല്ലാണ്. എന്നാലൊരു വലിയ റോക്കെന്ന് പറയാൻ പറ്റത്തില്ല, അത് പൊടിഞ്ഞു പോരുന്ന സൈസാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കലേസിലെത്തി കേട്ടോ. കലേസിലെത്തി ഇടയ്ക്കുള്ള ഒരുപാട് നമ്മളങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കലേസിലെത്തി. കലേസിൽ വന്ന് അതുപോലെ ഫെറി നമ്മൾ വെളിയിൽ ഇറങ്ങി. ഇവിടെയാണ് ഇനി രസകരമായി. ഇപ്പം ബ്രിട്ടൻ്റെ സൈഡൊക്കെ മാറി. ഇനി ഇവിടുന്ന് വണ്ടിയെല്ലാം റോഡിൻ്റെ വലത് സൈഡിലേക്ക് മാറി ഓടാൻ തുടങ്ങും. ട്രാഫിക് ചേഞ്ച് ആവുകയാണ്. ഇറങ്ങുന്ന വരെ ബ്രിട്ടൻ്റെ റൂളാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി ഒരു കുറച്ച് മാറി റോഡിലോട്ട് കയറിയാൽ പിന്നെ സൈഡ് മാറി, വലത് സൈഡാവും. കാണുന്ന കലേസ് അതുപോലെ ഒരു ഡോവറിൽ എത്രയോ വലിപ്പമുണ്ടോ അതിനേക്കഴിഞ്ഞും കൂടുതൽ വലിപ്പം കലേസിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ഒരുപാട് ട്രാക്കുകളുണ്ട്. ആ ട്രാക്കുകൾ വഴിയാണ് നമ്മളിപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി മുന്നേ പോയ വണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്താൽ ഇനി അവരെ ഫോളോ ചെയ്യുക. മുന്നേ ആളാണ് കറക്റ്റ് റൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഡോവറിൽ നിന്ന് കലേസ് കണ്ട് റോഡ് മാറുന്നത് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറി. ഇനി റോഡ് റൂളെല്ലാം മാറുകയാണ്. മൊത്തത്തിൽ വലിയ സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ വണ്ടി പാസ് ചെയ്യുന്ന ആ ഒരു ഗേറ്റ് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു 10-15 ഗേറ്റ് കലേസിനുണ്ട്. ഇവിടെ ഇമിഗ്രേഷനാണ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പാസ് ചെയ്യാം. കാരണം അവിടെ കഴിഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് അവർക്കൂടെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മൾ യൂറോപ്പിൻ്റെ ഫ്രാൻസിലെത്തി. ഇനി ഇവിടെ നിന്ന് പാരീസ് എന്ന് പറയുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു 2-3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കലേസിന് ഏകദേശം 2-2.5 മണിക്കൂർ. ട്രാഫിക് ഡിപ്പെൻസ് ഓൺ ട്രാഫിക്കാണ്. സെയിം കൈൻഡ് ഓഫ് റോഡുകളും സെയിം സിസ്റ്റമൊക്കെ തന്നെ, പക്ഷേ ജസ്റ്റ് ഡ്രൈവ് സൈഡ് മാറുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. കാരണം ഇത് പാരീസിലേക്ക് പോയ സമയത്ത് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ ഒരു ഗോപ്രോയുടെ ക്യാമറ ഉണ്ടായിരുന്നു, സാധാരണ മൊബൈൽ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 സാധനത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഇത് ഓസ്മോ എന്ന് പറയുന്ന പോക്കറ്റ് വഴി റെക്കോർഡ് ചെയ്തതാണ്. അത് കൈ പിടിക്കാൻ എളുപ്പമുണ്ടല്ലോ, ചെറിയ ഇൻസ്ട്രുമെൻ്റ് അല്ലേ. 4K വീഡിയോ നമുക്ക് നന്നായി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വീഡിയോകൾ ബ്രിട്ടൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. പലരും ഇപ്പോൾ ഇത് വീഡിയോ കാണുന്നവരെല്ലാവരും കേംബ്രിഡ്ജിൽ നിന്ന് ഡോവറിൽ നിന്ന് ഫെറി കലേസിലെത്തിയ പോലെ ഫീൽ ആകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിലും ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരെയും ഗുഡ് ബൈ.